താന്തോന്നി. രചന റോസ് സൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇഷാനിയും ജോസൂട്ടിയും സംസാരിക്കുന്ന CCTV കൂടി കണ്ടിരിക്കാമെന്ന് സേവിച്ചൻ. ചിരിയടക്കാൻ നന്നേ പാടുവിട്ടവൻ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ജോസൂട്ടി കയറി വന്നു. അല്ല പിന്നെ ജോസൂട്ടി ആരാന്ന് അവൾക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കും. സേവി കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് സേവിക്കെതിരെ കിടക്കുന്ന കസേരയിലേക്ക് ഇരുന്നവൻ. ആ മതി, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാ. എഴുന്നേറ്റോ, മറ്റാരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. തന്റെ ലാപ്പ് തിരിച്ച് ജോസൂട്ടി കാണാൻ പാകത്തിന് വെച്ചുകൊണ്ട് സേവി പറഞ്ഞപ്പോൾ വളിഞ്ഞൊരു ചിരിവാസാക്കി ജോസൂട്ടി. അന്ന് മുഴുവൻ ഓഫീസിലുണ്ടായിരുന്ന സേവി. വൈകിട്ട് എല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് അവരിറങ്ങിയത്. ഇഷാനി ബസ് സ്റ്റാൻഡിലേക്ക് തിടുക്കത്തിൽ നടക്കുമ്പോഴാണ് ഭദ്രന്റെ ബുള്ളറ്റ് ഒന്ന് അവിടെ തൊട്ടടുത്തായി നിന്നത്. എന്താണീ ആകെ ഒന്ന് ഉടഞ്ഞു പറ്റുണ്ടല്ലോ, നിന്നെ അവൻ കയറി മേയാൻ തുടങ്ങിയോടി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ പൊന്നുവാളെ കൊന്ന് കുഴിച്ചു കൂടുന്നതിനെയാ. ഭദ്രൻ പറയുന്ന കേട്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു. അനാവശ്യം പറയരുത്, അവൾ ചൂണ്ടുവിരൽ അവനെ നേർക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരോടാടി കൈ ചൂണ്ടി സംസാരിക്കുന്നത്? അവളുടെ നീട്ടിയ ചൂണ്ടുവിരൽ പിടിച്ച് പിന്നിലേക്ക് മടക്കി ഭദ്രൻ. അത് കണ്ടുകൊണ്ടാണ് സേവിയുടെ ജീപ്പ് അവന്റെ ബുള്ളറ്റിനരികിൽ ബ്രേക്ക് ഇട്ട് നിന്നത്. സീൻ മൊത്തം കോൺട്രയാണല്ലോ ജോസൂട്ടി. തലയിരിച്ചു നോക്കി മീശ വിരിച്ച സേവി. അതെ, ഇത് നമ്മുടെ PA അല്ലേ? ഏതാ മരങ്ങോടൻ? ജോസൂട്ടി എന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ ഇറങ്ങടാ, ഇവിടെ ഞാൻ നിരുന്ന് നോക്കാതെ. സേവി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇതേ പത്രമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വേദന കൊണ്ട് അവിടെ മുഖം ചുളിഞ്ഞു. ഹലോ, എന്താണ് ഇവിടെ പരിപാടി? ആ കോച്ചിന്റെ വിരലൊന്ന് വിടമാഷേ, പാവം വേദനിക്കുന്നുണ്ടാവും. സേവി മുണ്ടൊന്ന് മടക്കി കുത്തി അവിടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ഇഷാനി അവനെ കാണുന്നത്. നീ ആരാടാ അത് പറയാൻ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. ഇവൾക്ക് വേദനിച്ചാ നിനക്കെന്താടാ? ഇവളുടെ രക്ഷകൻ ചമയമെന്നാണോ? വിട്ടു പോടാ. ഭദ്രൻ ഇഷാനിയുടെ പിടിവിടാതെ തന്നെ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ തന്നെ കൂട്ടിക്കോ. പറഞ്ഞിരുന്നില്ല. സേവി കാലുയർത്തി ഒറ്റ ചവിട്ടായിരുന്നു ബുള്ളറ്റിന് പിന്നിൽ. ഇരുകാലുകളും നിലത്തുകുത്തി ഒറ്റ കൈ കൊണ്ട് ഹാൻഡിൽ പിടിച്ച് നിൽക്കായിരുന്ന ഭദ്രന്റെ ബാലൻസ് സെറ്റി ഇഷാനിയുടെ വിരലിനെ പിടിവിടുകയും ബുള്ളറ്റും ഭദ്രനും കുറച്ചു മാറി തെറിച്ചു വീഴുകയും ചെയ്തു. എന്റെ ഭഗവാനെ! നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് ഇഷാനി ഭദ്രന്റെ അടുത്തേക്ക് ഓടി. എന്തെങ്കിലും പറ്റി ഭദ്രേട്ടാ? ഇതെന്ത് കൂത്ത്? ജോസൂട്ടി ചോദിച്ചുകൊണ്ട് സേവി നോക്കി. മാറടി! അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചവളുടെ കൈ തട്ടി മാറ്റി ഉരുണ്ടുപുരണ്ട് എഴുന്നേറ്റവൻ. ഡാ, നീ എന്നെ! ആക്രോശിച്ചുകൊണ്ട് സേവിക്ക് നേരെ എടുത്തവൻ കാലുയർത്തി ചവിട്ടാൻ വേണ്ടി സമർത്ഥമായി ഒഴിഞ്ഞു മാറി സേവി. കലിയടങ്ങാതെ ഭദ്രൻ വീണ്ടും അടിക്കാനായി പാഞ്ഞെടുത്തു. ഇത്തവണ സേവിയുടെ കവളിൽ ഇടികിട്ടി. തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയവന്റെ. എന്റെ മാതാവേ, തീരുമാനമായി ഇവന്റെ കാര്യം. ശരീരം വേദനിച്ച അവന് ഉടുമ്പ് പിടിച്ച പോലെയാണ് സേവിച്ചിനെ. നീ കിഴങ്ങനെ അറിയാമോ എന്തോ? സേവിയുടെ പേശികൾ വലിഞ്ഞു മുറുകി. കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് സകല ശക്തി ആവാഹിച്ചുകൊണ്ടവൻ തന്റെ നേർക്ക് നടക്കുന്ന ഭദ്രന്റെ അടിവരിൽ നോക്കി ഇടിച്ചു. അടിവയറ്റിൽ രണ്ട് കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വളഞ്ഞു പോയൻ. ഡാ പന്ന പോലെയാടി കഴിവരുടെ മോനെ, നീ ആരോടാ കളിക്കുന്നതെന്നറിയോ? ചോദിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുന്നവന്റെ നെറുകയിലെ മുടിയൊന്നാകെ കൂട്ടിപ്പിടിച്ചവൻ വേദന കൊണ്ട് ചുളിഞ്ഞു പോയവൻ. വേണ്ട, ഉപദ്രവിക്കരുത് സാറേ, ഇതെന്റെ അമ്മാവന്റെ മോനാ. ഇഷാനി ഓടി വന്ന് സേവിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മാവന്റെ മോനോ? സേവി തല ഒരു വശത്തേക്ക് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അതെ സാറേ. അവന്റെ പിടിയൊന്നഴിഞ്ഞെന്ന് കണ്ടപ്പോൾ വേഗം കുതിരിമാറി ഭദ്രൻ. അതെ, വീട്ടിൽ സ്ഥലമില്ലാത്താണോ രണ്ടും കൂടി നാട്ടിൽ കയ്യാങ്കളിക്ക് ഇറങ്ങിയത്? പിന്നെ ആക്രമം കണ്ടാ പ്രതികരിച്ചു പോകുന്ന ഒരു ശീലായി പോയി. അതങ്ങ് വിട്ടേക്ക്. നീ കരുതിയിരുന്നോടാ, നീ ഞാൻ എടുത്തോളാം. ചൂണ്ടിവിരലാട്ടിക്കൊണ്ട് ഭദ്രൻ സേവി നോക്കി പറഞ്ഞു. ഇവനും മതിയായില്ലേ? ജോസൂടി ചോദിച്ചു. എടീ, നീ വീട്ടിലേക്ക് വരില്ലോ, നിന്നെ ഞാൻ അവിടെ വെച്ച് കൊണ്ടോളാം. അവിടെ ഒരു സാറ്. പല്ലി അടിച്ചുകൊണ്ട് ഇഷാനി നോക്കി പറഞ്ഞുകൊണ്ട് ഭദ്രൻ ബുള്ളറ്റിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. അപ്പോഴേക്ക് റോഡിൽ ആളുകൾ കൂടിയിരുന്നു. വീണിടക്കുന്ന ബുള്ളറ്റ് ഉയർത്തി അതിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയവൻ. ഇതുപോലുള്ള സൈസ് ഇനിയുണ്ടോ വകയില്? അല്ല, അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, വെറുതെ ചോദിച്ചതാ. സേവി ചോദിച്ചപ്പോൾ മറുപടി പറയാതെ തിരിഞ്ഞടന്നു ഇഷാനി. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണരുതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പോകുന്ന നോക്കി കൈയൊന്ന് മേലേക്ക് ഉയർത്തി ഞൊട്ടുപൊട്ടിച്ചവൻ. ആ പോക്കത്ര സുഖകരമല്ലല്ലോ ജോസൂട്ടി. എന്തെങ്കിലും ആവട്ടെ, അവർ കുടുംബക്കാരാ. ഇടപെട്ടാ നമ്മൾ മാറും. നമുക്ക് നമ്മുടെ വഴി, അവർക്ക് അവരുടെ വഴി. കുടുംബക്കാരാന്നേലും അവർക്കിടയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. നോക്കാം, നീ വാ. ശരീരം ഒന്ന് അനങ്ങിയതല്ലേ, ഒന്ന് തണുപ്പിച്ചിട്ട് പോവാ. പറഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തേക്ക് നടന്നവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കൊളുത്തി ചുണ്ടിൽ വെച്ചവൻ. ജോസൂട്ടി കയറിയപ്പോൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. നേരെ ബാറിലേക്കാണ് പോയത്. നിമിഷ നേരം കൊണ്ട് പതിവ് ബ്രാൻഡ് ടേബിളിലെത്തി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് ഇഷാനി. മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നി അവൾക്ക്, വല്ലാത്തൊരു പരവേശവും. ഈ സമയം ഭദ്രൻ വീട്ടിൽ വന്ന് ബഹളം വെക്കുകയായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്ന മോനെ? രാജി കാര്യറിയാവനോട് ചോദിച്ചു. ഈ തള്ളയാളെ വഷളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ എടുത്ത് പുറത്തിടാൻ എനിക്കറിയട്ടല്ല. ഞാനത് ചെയ്യാത്ത ഇഷാനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ.
അവൾ എന്റെ സ്വന്തമായ നിമിഷം നിങ്ങളെ എടുത്ത് തൂക്കി വെളിയിലെറിഞ്ഞാൻ. എന്റെ മോളെ നിനക്ക് കിട്ടില്ല പത്ര, കിട്ടില്ല. നീ വല്ലാതെ മനക്കോട്ട ഇട്ടണ്ട. നിന്നെ പോലെ ദുഷ്ടന്റെ കൈകളിലെത്താൻ മാത്രം പാപൊന്നും എന്റെ കുട്ടി ചെയ്തിട്ടില്ല. അച്ഛമ്മ പറഞ്ഞിരുന്നില്ല. അവരെ പിടിച്ച് ആഞ്ഞു തള്ളി ഭദ്രൻ നിലത്തേക്ക് വീണുപോയി. അവർ ഭദ്ര വേണ്ട, രാജി അമ്മയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ കണ്ണുകൾ മറഞ്ഞുപോയിരുന്നു. അച്ഛമ്മേ വിളിച്ചുകൊണ്ട് ശ്രീകുട്ടി അകത്തുനിന്ന് ഓടി വന്നു. മോളെ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, വെപ്രാളത്തോടെ പറഞ്ഞു രാജി. രംഗം പന്തിയിൽ നിന്ന് കണ്ട ഭദ്രൻ വേഗത്തിൽ അവിടെ നിന്നും പോയി. മോളെ ചേച്ചി ഒരിക്കലും ആ ദുഷ്ടന് കൊടുക്കരുത്, പ്രയാസപ്പെട്ട് ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛമ്മ. ഇഷാനി വീടിനോട് അടുക്കുമ്പോൾ കണ്ടു ബുള്ളറ്റ് പോകുന്നു. റോഡിൽ നിന്ന് പടികൾ കയറുമ്പോഴേ കേട്ടവൾ ശ്രീകുട്ടിയുടെ വലിയ വായുള്ള നിലവിളി. ഇഷാനി ഓടി ഒതുക്കുകൾ കയറി. കാലുകൾക്ക് വേണ്ടത്ര വേഗതയില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക്. അമ്മേ അമ്മേ കരഞ്ഞുകൊണ്ട് രാജിയോ അച്ഛമ്മയെ കുലുക്കി വിളിച്ചു. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു പോയിരുന്നു. എന്താ എന്താ പറ്റി എന്റെ അച്ഛമ്മക്കുട്ടിക്ക്? അച്ഛമ്മയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിക്കുമ്പോൾ തോളിൽ കിടന്ന അവളുടെ ബാഗ് നിലത്തേക്ക് ഊർന്നു വീണിരുന്നു. ചേച്ചി അച്ഛമ്മ പോയി, ശ്രീകുട്ടി ഉറക്കെ പറഞ്ഞു. എന്നോട് പറയാതെ പോവേ? ഇഷാനി അച്ഛമ്മയുടെ കവിളിൽ തട്ടി. ദേ അച്ഛമ്മയെ കളിക്കല്ലേ, കണ്ണുറന്നേ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവരുടെ ബഹളം കേട്ടിട്ട് അടുത്തുള്ള വീടുകളിലെ ആളുകൾ ഓടിക്കൂടി. പോയി. ആരോ അച്ഛമ്മയുടെ നാടി പിടിച്ച് നോക്കി പറയുന്ന കേട്ടപ്പോൾ സകല നിയന്ത്രണം വിട്ട് അലറിക്കരഞ്ഞു ഇഷാനി. ആ വീട്ടിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവരെയായിരുന്നു. എന്നാലൊരു ഡോക്ടറെ കൊണ്ടുവരണ്ടേ, നമുക്ക് പിടിച്ചകത്തേക്ക് കിടത്താം. ആരൊക്കെയോ താങ്ങിയെടുത്ത് അച്ഛമ്മയെ മുറിയിലേക്ക് കിടത്തി. അച്ഛമ്മയുടെ ദേഹം തണുത്തു തുടങ്ങിയിരുന്നു. മരണത്തിന്റെ തണുപ്പ് വിരലുകളിൽ നിന്നറിഞ്ഞു ഇഷാനി. ആരോ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ചു. അറ്റാക്ക് ആയിരുന്നു എന്ന് വിധി എഴുതി. നിമിഷ നേരം കൊണ്ട് മുല്ലക്കൽ തറവാട് മരണവീടായി മാറിക്കഴിഞ്ഞിരുന്നു. ഭദ്രൻ എല്ലാത്തിലും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കൂടിയവരിൽ സത്യവതി അമ്മയുടെ മരണം ആഘോഷിക്കുന്ന ഏക വ്യക്തി അവനായിരുന്നു. മുറ്റത്ത് നീല ടാർപോളിൻ വലിച്ചു കെട്ടി കസേരകൾ നിറന്നു. അച്ഛമ്മയെ വെള്ളപുതപ്പിച്ച് കിടത്തി. എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട്. മരണം രംഗബോധമില്ലാത്ത കോമാളി. മോളെ ഈ വെള്ളം കുടിക്ക്, രാവിലെ ജോലിക്ക് പോയി വന്നല്ലേ നീ. ഈശാനി അവരെ നോക്കി. ഭദ്രന്റെ അമ്മയാണ്, തന്റെ അമ്മയുടെ സഹോദരന്റെ ഭാര്യ മായാദേവി. വേണ്ട മാമി, ഇഷാനി നിരസിച്ചു. ബന്ധുക്കൾ വന്നു തുടങ്ങി. അമ്മായി വന്നോടെ വീണ്ടും ആ വീട്ടിൽ കൂട്ടക്കരച്ചിലായി. എന്നാലും എന്നെ ഒന്ന് കാണണമെന്ന് പോലും തോന്നിയില്ലല്ലോ അമ്മയ്ക്ക്. അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാണ്. അമ്മയെ തിരിഞ്ഞു പോലും നോക്കാത്ത മകളാണ് ഇപ്പൊ ഈ കരച്ചിൽ നാടൻ നടത്തുന്നത്. വർഷത്തിൽ 2 തവണ വരുന്നത്, ഒന്ന് കാവിലെ ഉത്സവത്തിനും പിന്നെ അച്ചാച്ചന്റെ ആണ്ടിനുമാണ്. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛമ്മയുമായി സ്വത്തിനെ പറ്റി പറഞ്ഞ് തർക്കിച്ച് പോയതാണ്. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അച്ഛന്റെ പേരിലേക്ക് അച്ഛമ്മ മാറ്റിയതിലുള്ള ദേഷ്യം. വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടാണ് ആളെ വിട്ടിരിക്കുന്നതെന്നാണ് അച്ഛമ്മ പറഞ്ഞുള്ള അറിവ്. തറവാട് വീടല്ലാതെ വേറെ പറമ്പ് കൂടി ഉണ്ടായിരുന്നു. അതും സ്വർണ്ണവും അത്യാവശ്യം കൊടുത്താണ് കെട്ടിച്ചയച്ചത്. മകളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് തറവാട് വീട് അച്ഛനെ എഴുതി വെച്ച അച്ഛമ്മ. എല്ലാ നിമിഷം കൊണ്ട് ഓർത്തുപോയി ഇഷാനി. ആദ്യത്തെ ഞെട്ടിലോ ആശങ്കയൊഴിഞ്ഞപ്പോൾ സത്യവതി അമ്മയുടെ വേർപാടും യാഥാർത്ഥ്യമായി എല്ലാവരുടെ മനസ്സിലും. പുലർച്ചയ്ക്കാണ് ശീതളിനെ വിളിച്ചു പറയാൻ ഇഷാനിക്ക് ഓർമ്മ വന്നു. വിരുമ്പിക്കൊണ്ട് ശീതളിനോട് കാര്യം പറഞ്ഞവൾ. ഓക്കെ മേഡം, ഞാൻ മൂർത്തിസാനെ വിളിച്ച് പറഞ്ഞോളാം. പറഞ്ഞുകൊണ്ട് ശീതൾ ഫോൺ വെച്ചു. സേവിയെ മൂർത്തിയാണ് വിവരം അറിയിച്ച്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റില്ലായിരുന്നവൻ. ബെഡിൽ കിടന്ന ഫോൺ കൈയെത്തിച്ചെടുത്തവൻ. ഓ ആണോ, ഓഫീസിൽ നിന്ന് പോകേണ്ടതല്ലേ? എന്നാലും ഞാനും ജോസിനും കൂടി പോയച്ചു വരാം. അങ്കിൽ നിന്ന് എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാ. മോൻ പോകണം. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ പുഷ്പചക്രവും സമർപ്പിക്കണം. ആ എപ്പോഴാണ് സമയം എന്ന് ചോദിക്കുക. പറഞ്ഞുകൊണ്ട് സേവി എഴുന്നേറ്റു. ജോസിറ്റി വിളിച്ച കാര്യം പറഞ്ഞു. അവിടെ വരെ പോകണമെന്നും പെട്ടെന്ന് ഒരുങ്ങാനും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂർത്തി വിളിച്ചു. 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു. ശരി, അപ്പോഴേക്കോടെ എത്തിയേക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ വേഗം വേഷം മാറി ഇറങ്ങി. ജോസൂട്ടി ഒരുങ്ങി നിന്നിരുന്നു. പൂക്കടലിൽ നിന്ന് റീത്ത് വാങ്ങി മൂർത്തി പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലേക്ക് തിരിച്ചു. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ അവരവിടെ എത്തി. വീട് തിരിച്ചറിയാൻ അധികം പാടുവിടേണ്ടി വന്നില്ല. ജോസൂട്ടി റീത്തെടുത്തു. മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്ന ഭദ്രനെ. സേവി അവിടെ കണ്ടപ്പോൾ അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. സേവി അവനെ കണ്ടെങ്കിലും ശ്രദ്ധിക്കാത്ത പോലെ കയറി. വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഐശ്വര്യവതിയായ ഒരമ്മ. അവൻ അവരെ തന്നെ നോക്കി അല്പസമയം നിന്നു. ആ ലോകത്തൊന്നും അല്ലാത്ത പോലെ അച്ഛമ്മയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി തലഭാഗത്തായിരിക്കുന്ന ഇഷാനിയെ നോക്കി സേവി. തലേ ദിവസം ഓഫീസിൽ വന്ന അതേ വേഷത്തിനാണ് അവൾ ഇരിക്കുന്നത്. കണ്ണീര് പറ്റിപ്പിടിച്ചിരിക്കുന്ന കവിൾ തടങ്ങൾ. ജോസൂട്ടിയെ നോക്കി സേവി. അവന് നോട്ടത്തിന് അർത്ഥം മനസ്സിലായ പോലെ ജോസൂട്ടി ആ പുഷ്പചക്രം സത്യവതി അമ്മയുടെ കാൽഭാഗത്തേക്ക് വെച്ചു. അപ്പോഴാണ് ഇഷാനി രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നത്. സർ, അവളുടെ വരണ്ട ചുണ്ടുകൾ പറഞ്ഞുകൊണ്ട് വിതുമ്പുന്ന സേവി വ്യക്തമായി കണ്ടു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവന്. അവിടുന്ന് ഇറങ്ങി ഒറ്റ നടപ്പായിരുന്നവൻ. ജോസൂട്ടിക്ക് അവന്റെ പിന്നാലെത്താൻ ഓടേണ്ടി വന്നു. ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തവൻ ജോസൂട്ടി വേഗം വന്ന് കയറി. ഈ മരിച്ച വീട്ടിലേക്കൊന്നും പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ചവൻ ജീപ്പ് തിരിച്ചു വരുമ്പോൾ ഭദ്രൻ സേവി കൊണ്ടുവച്ച പുഷ്പചക്രം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു.
അവന്റെ അമ്മൂമ്മയുടെ ഒരു ചക്രം ഇവരിന്ന് കിട്ടിയതൊന്നും പോരെ? ജോസൂട്ടി ചോദിച്ചു. ഇനി റീത്ത് വെക്കേണ്ടത് അവന്റെ നെഞ്ചത്തായിരിക്കും. മിക്കവാറും അവനെ തന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും. സേവി ഭദ്ര മുന്നിലേക്കിട്ട പുഷ്പക്കത്തിൽ കയറ്റ ആ ജീപ്പ് വെട്ടിച്ചെടുത്തു. ഭദ്ര എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നുകൊണ്ടും അതൊരു മരണ വീടായതുകൊണ്ടും ഇഷാനി സ്വയം നിയന്ത്രിച്ചു. അച്ചമ്മയുടെ ശരീരം ചിതയിലേക്ക് എടുത്തു. തീനാമുകൾ ആർത്തിയോടെ ആ ശരീരവും വിഴുങ്ങി. അടുത്ത ബന്ധുക്കൾ ഒഴികെ കൂടിയവരെല്ലാം പിരിഞ്ഞു. കുളി കഴിഞ്ഞ് അല്പം കഞ്ഞിവെള്ളം കുടിച്ചു ഇഷാനി. ഭദ്രൻ അവിടെയുള്ളതുകൊണ്ട് ഇഷാനി റൂമിൽ തന്നെ ഇരുന്നു. സംഭവിച്ച കാര്യങ്ങൾ ചേച്ചിയോട് പറയാൻ സമാധാനമില്ലായിരുന്നു ശ്രീകുട്ടിക്ക്. വാതിലടച്ച് ലോക്കാക്കി ചേച്ചിയുടെ അടുത്ത് വന്നവൾ തേങ്ങിക്കരഞ്ഞു. എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അനിയത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഷാനി ചോദിച്ചു. വാക്കുകൾ ഇടറി മുറിഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്ന കേട്ട് തരിച്ചിരുന്നു പോയവൾ. ഒരു നിമിഷം മരവിച്ച പോലെ ഇരുന്നു പോയവൾ. ശ്രീകുട്ടി, നീ പറയുന്നത് സത്യമാണോ? മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റവൾ. ചേച്ചിയുടെ മുഖഭാവം കണ്ട് ഭയന്നുപോയി ശ്രീകുട്ടി. ചോദിച്ചിന് ഉത്തരം പറ. അതൊരു അലർച്ചയായിരുന്നു. അതെ ചേച്ചി, അയാളെ നമ്മുടെ അച്ഛമ്മയെ പറഞ്ഞുകൊണ്ട് വാപുത്തി കരഞ്ഞു ശ്രീകുട്ടി. എന്താ ഇവിടെ ചോദിച്ചുകൊണ്ട് അമ്മായി വന്നപ്പോൾ അതോടെ നിന്നു ആ സംസാരം. അച്ഛമ്മയുടെ ഓർമ്മകൾ നീറി ഇഷാനി. അവന് വെറുതെ വിടാൻ പാടില്ല. അവളുടെ മനസ്സിൽ ആരോ പറയുന്ന പോലെ തോന്നിയവൾക്ക്. ഇതേ സമയം മറ്റൊരിടത്ത് ചൂടുപിടിച്ച് ചർച്ചയായിരുന്നു തങ്കച്ചിയുടെ സഹോദരന്മാർ ജോക്കുട്ടനും ജോയിയും. ഈ ചായൻ എന്നതായി പറയുന്നത്? ആ പെണ്ണ് ഗ്ലാസ്സിൽ നിറഞ്ഞു വന്ന മദ്യം ഒറ്റവലിക്ക് കുടിച്ച് ജോയിച്ചൻ. അതേടാ, ഇഷാനി ചന്ദ്രശേഖർ. അന്നത്തെ ആ സംഭവത്തിൽ നമ്മൾ കൊന്നു തള്ളിയ അയാളുടെ മോള്. ഇവളെയൊക്കെ ആരാണ് കുത്തിപ്പൊക്കി വരുന്നതെന്നാണ് മനസ്സിലാക്കാത്തത്. ജോയിച്ചൻ അരിശത്തോടെ പറഞ്ഞു. അത് പിന്നെ അന്നത്തെ സാഹചര്യം അതായിരുന്നില്ലേ? മേരിയമ്മയെ കൊല്ലാൻ നമ്മൾ ഏർപ്പാടാക്കിയ അയാൾ കേട്ടോണ്ടല്ലേ അന്നങ്ങനെ ചെയ്യേണ്ടി വന്ന്. പിന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ആ മരണം ആക്സിഡന്റ് ആക്കി എഴുതി തള്ളി. പാർട്ടി കൊലപാതകമാക്കി തലവേദന വരുത്തണമെന്ന് എഴുതി കാണും പാർട്ടി നേതാക്കള്. എന്തായാലും ആ മരണത്തിനാരും നമ്മൾ സംശയിക്കില്ല. എന്നാലും അയാളുടെ ധൈര്യം നോക്കണം. മേരിയമ്മയെ കണ്ട് എല്ലാവരും സംസാരിച്ചു. നമ്മളെത്തുമ്പോഴേക്കും എന്തായാലും മരിക്കാൻ പോകുന്ന സമയത്ത് അയാൾ മുഖേന മേരിയമ്മ അറിഞ്ഞല്ലോ നമ്മളാണ് അവർക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന്. ആ സത്യം പുറത്തു വരാതിരിക്കാനല്ലേ നമ്മൾ ചന്ദ്രശേഖരനെ വെട്ടിമാറ്റിയത്. നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എന്നാലും മേരിയമ്മ വല്ലാത്ത ചതിയാ ചെയ്തു. നമ്മുടെ അളിയം പോലും അന്ന് അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഒരു ചേർച്ചയില്ലായ്മ തോന്നുന്നത്. ജോക്കുട്ടൻ ഒഴിഞ്ഞ മധ്യ ക്ലാസ് വീണ്ടും നിറച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെ, അളിയനൊരു പോങ്ങൻ തന്നെ. ഭാര്യ ചെയ്യുന്ന രഹസ്യ നീക്കങ്ങളൊന്നും അറിയാതെ പോയി. സേവിയുടെ പേരിലാണ് സ്വത്തുക്കളെന്ന് അളിയും പോലും അറിഞ്ഞില്ലല്ലോ. തന്നെയുമല്ല, എവിടെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. കമ്പനി അധികാരങ്ങൾ അവനാണെങ്കിലും മൂർത്തിയുടെ നിർദ്ദേശപ്രകാരം യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ലെന്നും എല്ലാത്തിനെയും പരമാധികാരം അയാൾക്കും സേവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിലേക്കും. ഇതൊക്കെ ആരുടെ ബുദ്ധിയാണെന്നാണ് മനസ്സിലാവാത്തത്. അകത്തിരിക്കുന്ന മേരിയമ്മ ഇതിനൊക്കെ പ്രാപ്തിയായിരുന്നോ? അതാ എനിക്കിപ്പോഴും പിടികിട്ടാത്തത്. മനസ്സിലുള്ള സംശയങ്ങൾ അനിയനോട് പങ്കുവെച്ച് ജോയിക്കുട്ടി. എന്നാൽ എവിടെയോ കിടന്ന ഈ ചന്ദ്രശേഖർ മേരിയമ്മയെ തേടി വന്ന എന്തിനായിരിക്കും? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ജോക്കുട്ട ആലോചനയോടെ പറഞ്ഞു. അയാളൊരു പാർട്ടി പ്രവർത്തകനല്ലേ. ചിലപ്പോൾ ഫണ്ട് പിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നായിരിക്കും. വലിയ മുതലാളിമാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണല്ലോ പാർട്ടി തന്നെ വളരുന്നത്. അനിയന് വിശദീകരണം നൽകി ജോയി. ചേച്ചിയോട് പറയേണ്ട ഈ വിവരം അളിയനോട് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും അവളോടൊന്ന് പുറത്താകട്ടെ. ഇനി ഓഫീസ് പോകുമ്പോൾ അവളെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത തലവേദനയായിരിക്കും. ജോക്കുട്ടൻ പറയുന്നത് ശരിയാണെന്ന് ജോയിസിന് തോന്നി. എന്തായാലും വിളിച്ചു പറയണ്ട. ചേച്ചിയോട് നാളെ വരാൻ പറയാം. വിശദമായിട്ട് സംസാരിക്കാം നമുക്ക്. ഫോണിലൂടെ ഒന്നും പറയാൻ പറ്റില്ല. ഫോൺ സംഭാഷണമൊക്കെ ചോർത്തുന്ന കാല. സംശയത്തിന്റെ നിഴലിലെങ്ങാനും പെട്ടുപോയാ അകത്ത് പോകും നമ്മള്. ജോയിക്കുട്ടി പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി ജോക്കുട്ടന്. എന്നാ പിന്നെ നാളെ ആവട്ടെ ചേച്ചിയോട് സംസാരിക്കുന്നല്ലേ? കഴിഞ്ഞില്ലേ ചേട്ടന്റെ അനിയന്റെയും സഭ കൂടല്? ചോദിച്ചുകൊണ്ട് ജോയിക്കുട്ടിയുടെ ഭാര്യ സിജി അവിടേക്ക് വന്നു. നീ പോയി കഴിക്കാടുത്തു നോക്കി. അമ്മച്ചി കിടന്നോ? ജോയിക്കുട്ടി അന്വേഷിച്ചു. മക്കളെ കുറെ നേരം നോക്കിയിരുന്നു, പിന്നെ കഴിച്ചിട്ട് കിടന്നു. മോളിക്കുട്ടി എന്ത് എഴുതി? ജോക്കുട്ടൻ തന്നെ ഭാര്യ അന്വേഷിച്ചു. വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുക, സിജി പറഞ്ഞുകൊണ്ട് തിരിച്ചു കിടന്നു. ഭാഗം വെപ്പിന്റെ കാര്യമായിരിക്കും ഇപ്പൊ, അതാ മെയിൻ സംസാര വിഷയം. അവിടെ മറ്റേ അടുത്തൊരു ഭാഗം വെപ്പ്. ജോക്കുട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞു. നിന്റെ ഭാര്യയൊക്കെ കഴിവുണ്ടെങ്കിൽ അവിടെ അപ്പനോട് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റൈൽസ് എഴുതി വാങ്ങിക്കണം. നല്ല കണ്ണായ സ്ഥലത്താ ഇപ്പൊ കിട്ടും. അവിടെ പൊന്നാങ്ങളെ പിന്നെ എന്തോന്ന് എടുത്തിരുന്നു. ബിസിനസ് എന്നും പറഞ്ഞ് കുറെ കൊണ്ടുപോയി കളഞ്ഞു. ഇനി അവിടെ തന്ന അയലത്ത് അടുപ്പിക്കില്ല അയാളെ. എന്നാൽ ഇവൾക്ക് കൂറ അവനോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതായാലും പകുതി വാങ്ങിച്ചോണമെന്ന്. കിട്ടുന്നത് വാങ്ങിച്ചു, പിന്നെ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. കണ്ടല്ലോ, ചേച്ചിയെ താങ്ങിന്നിട്ട് ഒരു 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. കാര്യാച്ചന്റെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുമെന്ന് പ്രതീക്ഷ നമ്മൾ ആ കളിയൊക്കെ കളിച്ച്. എന്നിട്ട് കിട്ടിയതോ ഉണ്ട. കൈകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് ജോയിക്കുട്ടി പറഞ്ഞു. ചർച്ച അവസാനിപ്പിച്ച് ചേട്ടനും അനിയും ഗാർഡനിൽ നിന്ന് എഴുന്നേറ്റു. ഏറെ വൈകിയാണ് ഭദ്രന്റെ അമ്മയും പോകാൻ വേണ്ടി ഇറങ്ങിയത്. രാവിലെ വരാമെന്ന് അപ്പച്ചിയോട് പറയുകയും ചെയ്തവൻ. അവൾ ഇറങ്ങിയോ? ഇഷാനിയെന്ന് കാണുമെന്ന് തോന്നിയവന് അവൻ ആഗ്രഹിച്ച പോലെ വാതിക്കൽ അവിടെ മുഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടം നെഞ്ചൊന്ന് തടയുവൻ. ഭദ്രേട്ടൊന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്.
ആൾ പൂമുഖപ്പടികളിറങ്ങി മുറ്റത്തിന്റെ ഒരു അറ്റത്തേക്ക് നടന്നു. അച്ചമ്മ നട്ടുവളർത്തിയ പന്തലിച്ച് നിൽക്കുന്ന പേരമരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നവൾ. ആദ്യമായിട്ടാണ് ഇഷാനി അവനോട് അങ്ങനെ പെരുമാറുന്നത്. അത്ഭുതത്തിൽ തന്നെ ആളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെത്തിയവൻ. എന്താടീ? ഗൗരവം ഒട്ടുണ്ടായിരുന്നില്ല അവനിൽ. കൊന്നല്ലേ? അവളുടെ ആ ചോദ്യം അവനെ നടുക്കി കളഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.